ബീഹാറിലെ ഒരു യാത്രയൊക്കെ നടത്തി രാഹുൽ ഗാന്ധി വല്ലാതെ ക്ഷീണിച്ചു പോയി. ഞാൻ കരുതി അദ്ദേഹം ഡൽഹിയിലുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വിശ്രമത്തിലായിരിക്കുന്നു. പക്ഷേ അങ്ങനെയല്ല. രാഹുൽ ഗാന്ധിയുടെ ചില ചിത്രങ്ങൾ വരുന്നു. ഒരു ചിത്രം ഒരു കാറിനുള്ളിൽ നിന്ന് ആരോ എടുത്തതാണ്. രാഹുൽ ഗാന്ധി ഒരു സ്കൂട്ടർ ഓടിച്ചു പോകുന്നു. എസ് പി ജി ഇല്ല, ഇപ്പോൾ SPG പ്രൊട്ടക്ഷൻ പ്രധാനമന്ത്രിക്ക് മാത്രമേ ഉള്ളൂ. സുരക്ഷാ സന്നാഹം അംഗരക്ഷകരൊന്നുമില്ല. പിന്നെ കാണുന്നത് ഏതോ ഒരു സ്ഥലത്ത് ഒരു വേലിക്കരികിൽ രാഹുൽ ഗാന്ധി നിൽക്കുന്നു. എവിടെയോ നോക്കിക്കൊണ്ടിരിക്കുക. തൊട്ടടുത്ത് തട്ടമൊക്കെ ഇട്ട്, തട്ടമല്ല, ഈ കറുത്ത വേഷം, മുസ്ലിം സ്ത്രീകൾ ധരിക്കുന്ന വേഷമുണ്ടല്ലോ, പർദ്ദ ഇട്ട കുറേ സ്ത്രീകൾ നിൽക്കുന്നു. അവിടെ ഇങ്ങനെ വായി നോക്കി നിൽക്കുന്ന ഒരു രാഹുൽ ഗാന്ധി, ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹം ഈ വോട്ട് യാത്ര കഴിഞ്ഞു നേരെ മലേഷ്യക്ക് പോയി. അപ്പോൾ ഇതിന് തൊട്ട് മുമ്പ് രാഹുൽ ഗാന്ധിയെ കാണുന്നത് ഒരു മാസം മുമ്പ് ബഹ്റിൻ എയർപോർട്ടിലായിരുന്നു, പിന്നെ വിയറ്റ്നാമിലായിരുന്നു, പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ പട്ടായ, തായ്ലാൻഡ് വഴിയുള്ളൊരു കറക്കമുണ്ടല്ലോ. അപ്പോൾ നമ്മൾ 6 മാസം മുമ്പ് വണ്ടി സർവീസിന് കയറ്റണം, എഞ്ചിൻ ഓയിലൊക്കെ മാറ്റണം എന്ന് പറയുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് രാഹുൽ ഗാന്ധി വിദേശ നിർമ്മിത വാഹനങ്ങളാണെങ്കിൽ വിദേശ നിർമ്മിത ഷോറൂമുകൾ തന്നെ കയറ്റണം, പറ്റുമെങ്കിൽ വിദേശ രാജ്യങ്ങൾ കൊണ്ട് തന്നെ കയറ്റണം എന്ന് പറയുന്നത് പോലെ ഒരു വിദേശ നിർമ്മിത പ്രൊഡക്റ്റായ രാഹുൽ ഗാന്ധി ഇടയ്ക്കിടയ്ക്ക് സർവീസിന് ചെയ്യാൻ വേണ്ടി വിദേശത്ത് പോകുന്നു. അത് മിക്കവാറും ചില രാജ്യങ്ങൾ, മലേഷ്യ, വിയറ്റ്നാം, തായ്ലൻഡ്, ഇന്തോനേഷ്യ തുടങ്ങിയ അമേരിക്കയിൽ പോകാറുണ്ട്. അത് പിന്നെ വൈറ്റ് ഹൗസിലൊക്കെ കാണാനും, പിന്നെ യൂറോപ്യൻ രാജ്യങ്ങളിൽ പോകാറുണ്ട്. എന്താണ് ഇങ്ങനെ നമ്മുടെ ഒരു കാര്യമുള്ളതെന്ന് വെച്ചാൽ, രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയം ഒരു ഫുൾ ടൈം ജോബല്ല, ഒരു പാർട്ട് ടൈം ജോബാണ്. നമ്മൾ രാഷ്ട്രീയത്തിൽ ഫുൾ ടൈം ജോബാണ് കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും ഒരു സംസ്കാരത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും ഭാഗം. കാരണം മഹാത്മാഗാന്ധിയെക്കുറിച്ച് തന്നെ ഞാൻ വീണ്ടും പറയട്ടെ. മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുള്ളൊരു കാര്യം, വെള്ളത്തിലെ മത്സ്യത്തെ പോലെ എപ്പോഴും ജനങ്ങൾക്കിടയിൽ സദാസമയം നീന്തി. മാവോ പറഞ്ഞിട്ടുണ്ടെന്ന് കമ്മ്യൂണിസ്റ്റുകാരും പറയുന്നു. അതെ, മാവോ പിന്നീട് പറഞ്ഞിട്ടുണ്ട്, ഗാന്ധി പറഞ്ഞിട്ടുണ്ട്. സദാസമയവും നീന്തി നടക്കുന്ന ഒരാളായിരിക്കണം പ്രവർത്തകൻ. അയാൾക്ക് ഒഴിവു ദിനങ്ങളില്ല. അയാളെന്നും പ്രശ്നത്തിലായിരിക്കും, എന്നും പരിഹാരത്തിലുമായിരിക്കും. കാരണം രാഷ്ട്രീയക്കാരൻ അങ്ങനെ വിശ്രമിക്കാൻ പറ്റില്ല. രാഷ്ട്രീയക്കാർ വിശ്രമിക്കാറുമില്ല. എപ്പോഴും ഏതെങ്കിലും, ഇപ്പോൾ ഓണം വന്നാലും വിഷു വന്നാലും എന്തു വന്നാലും അവരെ ചിലപ്പോൾ 1 മണിക്കൂറോ 2 മണിക്കൂറോ ഒക്കെ കുടുംബക്കാരോടൊപ്പം ചിലവഴിച്ചിട്ട് അവർ വീണ്ടും ഫീൽഡിലേക്ക് വരുന്നതാണ് എല്ലാവരും. പക്ഷേ അതിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായ ഒരു കൾച്ചറാണ്, വർക്ക് കൾച്ചറാണ് രാഹുൽ ഗാന്ധി ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു കോർപ്പറേറ്റ് സ്റ്റൈലിയാണ്. അദ്ദേഹം ഒരു കോർപ്പറേറ്റ് മേധാവിയാണ്. കോൺഗ്രസ് പാർട്ടിയുടെ CEO ആണ്. അദ്ദേഹത്തിൻ്റേതാണ് ആ പ്രസ്ഥാനം. അദ്ദേഹത്തിൻ്റെ ബാക്കിയുള്ളവരൊക്കെ അദ്ദേഹത്തിൻ്റെ ജീവനക്കാരും അദ്ദേഹത്തിൻ്റെ സിൽബന്ദികളും ആശ്രിതരും ഒക്കെയാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജീവനക്കാരനാണ് KC വേണുഗോപാൽ. ഓരോ സംസ്ഥാനത്തും അദ്ദേഹത്തിൻ്റെ ജീവനക്കാരുണ്ട്, ബ്രാഞ്ച് ഓഫീസുകളുണ്ട്. ആ ബ്രാഞ്ച് ഓഫീസിലെ ജീവനക്കാരാണ് ഇവർ. അദ്ദേഹം വരുമ്പോൾ ഇവരെല്ലാവരും കൂടി ചെല്ലണം, അദ്ദേഹത്തിൻ്റെ പിന്നാലെ നടക്കണം. അദ്ദേഹം ഇപ്പോൾ പാർട്ടി പ്രസിഡൻ്റൊന്നുമല്ല, പ്രതിപക്ഷ നേതാവാണ്. അത് പാർട്ടിയുടെ ഒരു ഹൈറാർക്കി അനുസരിച്ച് പ്രതിപക്ഷ നേതാവ് വരുമ്പോൾ പോകേണ്ടത് ആരാണ്? പ്രതിപക്ഷ നേതാവ് വരുമ്പോൾ പോകേണ്ടത് പാർലമെൻ്ററി പാർട്ടി നേതാക്കളും ബാക്കിയുള്ളവരൊക്കെയാണ്. ഒരു പാർട്ടി മെഷീനറി സമ്പൂർണ്ണമായിട്ടും പോകുന്നത് പാർട്ടിയുടെ പ്രസിഡന്റ്, നാഷണൽ പ്രസിഡന്റ് വരുമ്പോഴാണ്. നാഷണൽ പ്രസിഡന്റ് വരുമ്പോൾ ആരും ഉണ്ടാകില്ല. നാഷണൽ പ്രസിഡന്റ് ഖാർഗെയാണ്. ഖാർഗെക്ക് ഇദ്ദേഹത്തിൻ്റെ ഒരു സിൽബന്തി എന്ന നിലക്ക് അറിയപ്പെടുന്നതിലാണ് ഏറ്റവും കൂടുതൽ താല്പര്യം. അപ്പോൾ അതുകൊണ്ട് ഖാർഗെക്കും കാര്യമായ ഒരു താല്പര്യം ഈ കാര്യത്തിലില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹം ഒരു മൾട്ടി നാഷണൽ കോർപ്പറേറ്റിൻ്റെ എക്സിക്യൂട്ടീവാണ്. അദ്ദേഹം ഒരു ഇത് കഴിഞ്ഞാൽ, ഒരു അസൈൻമെൻറ്റ് കഴിഞ്ഞാൽ അദ്ദേഹം പിന്നെ റെസ്റ്റ് എടുക്കാൻ വേണ്ടി പോകും. ആ റെസ്റ്റ് എടുത്ത് ചിലപ്പോൾ 1 മാസം 2 മാസമൊക്കെ ഉണ്ടായിരിക്കും അടുത്ത അസൈൻമെൻറ്റിന് വേണ്ടി വരുന്നത്. അങ്ങനെയാണ് അദ്ദേഹം വന്നിട്ടുള്ളത്. ഇപ്പോൾ ഒരു വരവുണ്ട്, ഒരു ഹൈഡ്രജൻ ബോംബ് കൊണ്ട് വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ല, ഇപ്പം കഴിഞ്ഞില്ലേ അത്? ഇല്ലില്ല, ഹൈഡ്രജൻ ബോംബായില്ല, ആറ്റം ബോംബാണ് കഴിഞ്ഞത്. ആറ്റം ബോംബ് കഴിഞ്ഞ് അടുത്തത് ഹൈഡ്രജൻ ബോംബുണ്ട്. അതിന് ഞാൻ മലേഷ്യയിൽ പോയെന്ന് സർവീസ് ചെയ്തിട്ട് വരാം. അല്ല, ഇങ്ങനെ അതുവരെ ഇങ്ങനെ പോയിട്ട് സർവീസ് ചെയ്തിട്ട് ഇങ്ങനെ വിദേശ രാജ്യങ്ങളൊക്കെ സന്ദർശിച്ച് പോകുന്ന തരത്തിലുള്ള ഒരു രീതിയാണ് ഇത്. കേരളത്തിൽ ഇന്ത്യയിലും ഒക്കെ ഒരു പ്രായോഗികമായ രാഷ്ട്രീയ രീതിയല്ല. ഇപ്പം അത് പലരും അത് തന്നെ ചെയ്യുന്നുണ്ട്. അല്ല, ഇപ്പോൾ വേണമെങ്കിൽ ചോദിക്കാം, രാഹുൽ ഗാന്ധി ഒരു ഇൻഡിവിജ്വൽ കൂടിയല്ലേ? അദ്ദേഹത്തിൻ്റെ സ്വന്തം പൈസ മുടക്കി മലേഷ്യയിലോ തായ്ലൻഡിലോ പട്ടായയിലോ ഒക്കെ പോയാൽ നിങ്ങൾക്ക് എന്താ? അത് പോകാം.
നിങ്ങൾ ഒരു പൊതുപ്രവർത്തകനാണ്. നിങ്ങൾ ഇൻഡിവിജ്വൽ അല്ല, പൊതുപ്രവർത്തകനാണ്. പൊതുപ്രവർത്തകന് ജനങ്ങളിൽ നിന്ന് മറച്ചു വെക്കേണ്ട സ്വകാര്യതകൾ ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾ പൊതുപ്രവർത്തകനാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഇപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് എവിടെ നിന്ന് ഈ പണം ഉണ്ടായി എന്നൊരു ചോദ്യം വരുന്നത്? ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു കാര്യം കണ്ടു. KT ജലീൽ അദ്ദേഹത്തിൻ്റെ ആജന്മ ശത്രുവായിട്ടുള്ള മുസ്ലിം ലീഗിൻ്റെ ഫിറോസിനെതിരെ അദ്ദേഹം കുറേ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അതിൽ അദ്ദേഹം ചോദിക്കുന്ന, പാരമ്പര്യമായി സ്വത്തില്ലാത്ത, സ്വന്തമായി വരുമാനമില്ലാത്ത ഇദ്ദേഹത്തിന് കോടാനുകോടി കണക്കിൻ്റെ സ്വത്തായി കഴിഞ്ഞിരിക്കുന്നു. 14 സെൻറ്റ് ഭൂമിയിൽ 5000 സ്ക്വയർ ഫീറ്റുള്ള വലിയ കെട്ടിടം, വലിയ വീട് പണിതിരിക്കുന്നു. അദ്ദേഹത്തിന് 5 ലക്ഷത്തിലേറെ രൂപ ഗൾഫിൽ നിന്ന് പ്രതിമാസം ഒരു കമ്പനി അവരുടെ സെയിൽസ് മാനേജർ പദവിയിൽ ഇരുത്തിയിട്ട് അദ്ദേഹത്തിന് കാശ് കൊടുക്കുന്നു. അദ്ദേഹത്തിന് വേറെ പല സ്ഥലങ്ങളിലും ഫ്ലാറ്റും വീടുകളും ഒക്കെയായി, അനേകം കമ്പനികളിൽ നിക്ഷേപമായി, ഒരു തൊഴിലുമില്ലാതെ വെറുതെ ലീഗിൻ്റെ വിദ്യാർത്ഥി നേതാവും യുവജന പ്രവർത്തകനുമായിരുന്ന ഇയാൾക്ക് എങ്ങനെയാണ് ഇത്രയും പണം കിട്ടിയത് എന്നാണ് ജലീൽ ചോദിക്കുന്നത്. ചോദ്യം ന്യായമാണ്. എന്താ ചോദ്യത്തിൻ്റെ പ്രസക്തി? അയാൾ വേറെ പദവിയൊന്നും വഹിച്ചിട്ടില്ലല്ലോ, സർക്കാരിൻ്റെ ഒരു പദവിയില്ലല്ലോ. പക്ഷെ അങ്ങനെയല്ല. ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലക്ക് ആ ഒരു പൊതുപ്രവർത്തകന് അദ്ദേഹത്തിൻ്റെ വരുമാന സ്രോതസ്സ് സുതാര്യമായിരിക്കണം. അദ്ദേഹത്തിൻ്റെ നടപടിക്രമങ്ങൾ സുതാര്യമായിരിക്കണം. ആ സുതാര്യത അല്പം പോലും കാത്തു സൂക്ഷിക്കാത്ത ഒരു നേതാവാണ് രാഹുൽ ഗാന്ധി. അദ്ദേഹം ഒരു കാര്യത്തെക്കുറിച്ചും സുതാര്യത സൂക്ഷിച്ചിട്ടില്ല. അദ്ദേഹം ഒന്നും പറയുകയില്ല. അത് ആ കുടുംബത്തിൻ്റെ ഒരു ശീലമാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്കെതിരെ ഇപ്പോൾ ഒരു കേസ് വന്നിട്ടുണ്ട്. കാരണം അവരെന്താണെന്ന് വെച്ചാൽ അവർ പൗരത്വം സ്വീകരിക്കുന്നതിന് മുമ്പ് വോട്ട് ചെയ്തു. വോട്ടർ പട്ടികയിൽ പേര് വന്നു. അല്ല, വോട്ട് ചെയ്തു. വോട്ടർ പട്ടികയിൽ പേരല്ല, വോട്ട് ചെയ്തു. വോട്ടർ പട്ടികയിൽ പേര് വന്നത് മാത്രമല്ല, വോട്ടും ചെയ്തു. അപ്പോൾ എന്തൊരു സിസ്റ്റമാണ്. കാരണം അവരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരങ്ങനെയാണ്. അവർ നിയമത്തിന് കീഴിലല്ല, അവർക്ക് കീഴിലാണ് നിയമം എന്നാണ് അവരുടെ വിശ്വാസം. അപ്പോൾ നിയമത്തെ കുറിച്ച് പോലും ശരിയായ ധാരണ ഇല്ലാത്ത ഒരാളാണ് ഈ രാഹുൽ ഗാന്ധി. അതുകൊണ്ടാണ് അദ്ദേഹം എന്ത് വെച്ചാൽ അവിടെ പോയി ബോംബ് പൊട്ടിച്ചിട്ട് ആരൊക്കെ മരിച്ചു എന്ന് അറിയില്ല. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം നേരെ അവിടെ നിന്ന് പോകുന്നത്. പിന്നെ ഒരു കാര്യം, ഇദ്ദേഹം എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു എന്ന കാര്യം ഏതെങ്കിലും ഒരു പത്രക്കുറിപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. അത് ആരോടും പറയാറില്ല. എവിടെ പോയി എന്ന് ചോദിച്ചാൽ ആർക്കും ഉത്തരവില്ല. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ രഹസ്യാന്വേഷണ വിഭാഗത്തിന് ഉത്തരവുണ്ടെങ്കിൽ ഉണ്ട്, വേറെ ആർക്കും അറിയില്ല ഇദ്ദേഹം എവിടെ പോകുന്നു എന്നുള്ള കാര്യം. അദ്ദേഹത്തിന് തോന്നുമ്പോൾ അങ്ങോട്ട് പോകും, തോന്നുമ്പോൾ വരും, തോന്നുമ്പോൾ വന്നു കഴിയുമ്പോഴേക്കും ഏതെങ്കിലും ഒരു കാര്യം പറയും. ഇത് ഇന്ത്യ പോലുള്ളൊരു മഹാരാജ്യത്ത് ജനങ്ങൾക്കുണ്ടാകുന്ന ദൈനംദിന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ പ്രവർത്തിക്കുന്നവനാണ് പൊതുപ്രവർത്തകൻ. അവനങ്ങനെ പോകാൻ പറ്റില്ല. അവൻ രോഗിയായി കിടക്കുമ്പോൾ പോലും അവന് ഉത്തരവാദിത്തങ്ങളുണ്ട്. അവൻ ലോകത്ത് എവിടെ ആയിരുന്നാലും ശരിയാണ്, ഈ പ്രശ്നങ്ങളുമായിട്ട് അവന് പ്രതികരിക്കേണ്ടി വരും. അങ്ങനെയല്ലേ നമ്മൾ രാഷ്ട്രീയത്തെ കണ്ടിട്ടുള്ളത്. പക്ഷെ ആ രാഷ്ട്രീയം ഇയാൾക്ക് ബാധകമല്ല. അത് വേറെ ഒരു ജനുസാണ്. അത് അങ്ങനെ ചെയ്യുന്നവരൊക്കെ ഇൻഫീരിയർ ആയിട്ടുള്ളത്. ഞാൻ വേറൊരു സാധനമാണ് എന്നാണ്. അതായത് ഒരു മൾട്ടിനാഷണൽ കോർപ്പറേഷൻ്റെ ഹെഡ്, ആ കോർപ്പറേറ്റ് ഹെഡ് സാറ്റർഡേ സൺഡേ ഹോളിഡേ ആണ്. സാറ്റർഡേ സൺഡേ ഇയാൾക്കും ഹോളിഡേ ആണ്. ഒരു കാര്യം ചെയ്യില്ല. അന്ന് ലോകം നശിച്ചാലും ഇയാൾ പറ്റില്ല. തിങ്കളാഴ്ച വന്നിട്ടേ പുള്ളി പ്രതികരിക്കുള്ളൂ. കാരണം എല്ലാ ക്യാപിറ്റലിസ്റ്റ് രാജ്യങ്ങളിലെയും മൾട്ടിനാഷണൽ കമ്പനികളുടെ എക്സ്പേർട്ടുകൾ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇദ്ദേഹം കോൺഗ്രസ് പാർട്ടിയെ ഏറ്റവും ജനകീയമായൊരു പാർട്ടിയായിരുന്നു. മഹാത്മാഗാന്ധിക്ക് വിശ്രമം ഉണ്ടായിരുന്നില്ല, സർദാർ പട്ടേലിന് വിശ്രമം ഉണ്ടായിരുന്നില്ല. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആണ് ഇടക്കിടക്ക് പിന്നെ അവിടെ പോയിട്ട് വിശ്രമിക്കും, ഇവിടെ പോയിട്ട് വിശ്രമിക്കും എന്നൊക്കെ പറഞ്ഞത്. പക്ഷേ ഇന്ദിരാഗാന്ധി അങ്ങനെ വിശ്രമം അനുഭവിച്ചിട്ടുള്ള ഒരാളല്ല. ആ ഒരു പാരമ്പര്യം ഉണ്ടായിരുന്നു. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അങ്ങനെയാണ്. ഇപ്പോൾ EMS ആയാലും കൊള്ളാം. നിങ്ങൾ ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിനെ എടുത്തു നോക്കിയോ, അവരെല്ലാം ഫുൾ ടൈം ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നവരല്ലേ. ഇപ്പോൾ വെള്ളിയാഴ്ച അല്ലെങ്കിൽ ഇപ്പോൾ തിരുവോണത്തിൻ്റെ അന്ന് ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പ്രശ്ന സ്ഥലത്തേക്ക് ആദ്യം ഓടിയെത്തുന്നവരാരാണ്? രാഷ്ട്രീയ നേതാക്കളല്ലേ. പക്ഷെ ആ രാഷ്ട്രീയം വേണ്ട, കോർപ്പറേറ്റിൻ്റെ രീതിയിലുള്ള
ഒരു ഭരണഘടന അനുസരിച്ച്, കോർപ്പറേറ്റ് ഭരണഘടന അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ചീഫ് എക്സിക്യൂട്ടീവിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം മതി എന്നാണ്. പക്ഷേ രാഹുൽ ഗാന്ധിൻ്റെ ഈ യാത്രയെക്കുറിച്ച് ഒരുപാട് ദുരൂഹതകളുണ്ട്. കാരണം മുമ്പൊരിക്കൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ബംഗ്ലാദേശിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ബ്ലിറ്റ്സ് പത്രം ഒരു വിശദമായ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു. രാഹുൽ ഗാന്ധിക്ക് കൊളംബിയൻ ഡ്രഗ് കാർട്ടലിൻ്റെ തലവനായ ഒരാളുടെ മകളുമായി വിവാഹബന്ധമുണ്ട്, 2 മക്കളുണ്ട്, അവരുടെ പേര്, വയസ്സ് എല്ലാം സഹിതം വിശദമായ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരുന്നു. രാഹുൽ ഗാന്ധിയോ കോൺഗ്രസോ നിഷേധിച്ചിട്ടില്ല. അല്ല, ഇനി അത് അപ്പോൾ അത് ഞാൻ വേറെ ചോദിക്കട്ടെ, ബ്രിട്ടീഷ് പൗരത്വം നിഷേധിച്ചിട്ടുണ്ടോ? ഇല്ല. ഇറ്റാലിയൻ പൗരത്വം നിഷേധിച്ചിട്ടുണ്ടോ? ഇല്ലെന്ന് മാത്രമല്ല, മറ്റേ ബ്രിട്ടീഷ് പൗരത്വ കേസിൽ 2 പുതിയ ഡെവലപ്മെന്റ് ഉണ്ടായി. കോടതി വീണ്ടും റീഓപ്പൺ ചെയ്തു. ആ പരാതിക്കാരന് പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ കോടതി പറഞ്ഞു. പിന്നെ ഇ ഡി നോട്ടീസ് അയച്ചിരിക്കുന്നു. പരാതിക്കാരൻ വിഘ്നേഷ് ശിശിർ വരിക, രാഹുൽ ഗാന്ധിയെ കുറിച്ച് കോടതി കൊടുത്ത ഡോക്യുമെന്റ് ഞങ്ങൾക്ക് എന്താ ഫെമ ലംഘനമുണ്ടോ എന്ന് നോക്കാൻ പോകുന്നു. അല്ല, ഞാൻ പറയുന്നത് ഇവർ ഏതെങ്കിലും ഒരു കാര്യത്തിൽ അത് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. നിങ്ങൾ എടുത്തു നോക്ക്, അവരൊന്നും ചെയ്യില്ല. അങ്ങനെ അവര് വിശദീകരണമില്ല. ഇയാൾ ക്രിസ്ത്യാനിയാണ്, വിശദീകരണമില്ല. ഉണ്ടാ? ഇല്ല. അയാൾക്ക് ഇറ്റാലിയൻ പൗരത്വമുണ്ട്, വിശദീകരണം ഉണ്ടാ? ഇല്ല. ഇയാൾ ക്രിസ്തുമതം സ്വീകരിച്ചിട്ട് റാവുൾ വിൻസി എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്, വിശദീകരിച്ചിട്ടുണ്ടാ? പക്ഷേ ഇയാൾ ബ്രാഹ്മണനാണെന്ന് പറഞ്ഞ് നിങ്ങൾ എങ്ങനെ ബ്രാഹ്മണനാകും എന്ന് ചോദിച്ച് വിശദീകരിച്ചിട്ടുണ്ടോ? ഇല്ല. ഇയാൾക്കെതിരെ വരുന്ന ആക്ഷേപങ്ങൾക്കും ആരോപണങ്ങൾക്കും ഒരു കാരണവശാലും മറുപടി പറയാതെ അതിങ്ങനെ മറുപടി പറയും. അല്ല, പറയണ്ടേ? പൊതുപ്രവർത്തകൻ അതിന് ബാധ്യസ്ഥനല്ലേ? അങ്ങനെ മറുപടി പറയേണ്ടെന്ന് രാജ്യം വിട്ട് ഓടിപ്പോണ്ടി വരും. അല്ല, ഇതിപ്പോൾ ഒരു കാര്യമുള്ളത്, പിണറായി വിജയൻ മറുപടി പറയണമെന്നാണല്ലോ വി ഡി സതീശൻ പറയുന്നത്. വി ഡി സതീശൻ ആദ്യം തന്നെ അദ്ദേഹത്തിൻ്റെ കാണപ്പെട്ട ദൈവമായിരിക്കുന്ന രാഹുൽ ഗാന്ധിയെ കൊണ്ട് അയാൾക്കെതിരെയുള്ള ആരോപണങ്ങൾക്കൊന്ന് മറുപടി പറയിപ്പിക്കട്ടെ, എന്നിട്ട് ഇതിനെക്കുറിച്ച് പറയാം. ഏതായാലും മലേഷ്യയിലെ സർവീസ് കഴിഞ്ഞ് ഹൈഡ്രജൻ ബോംബുമായി ഉടൻ വരുന്നുണ്ട്. അദ്ദേഹം വരും എന്ന് നമുക്ക് കാത്തിരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.